ഹായ് ബ്രോസ്, ആഷിഫ് നെല്ലൂർ. എന്തല്ല സുന്ദരല്ലേ? നാട്ടിലെ താരത്തെ തേടിയുള്ള യാത്രയിൽ ഇന്നത്തെ അതിഥിയായി നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ കുന്നോത്തുപീടികയുടെ അഭിമാനമായ അഞ്ജലി സുരേന്ദ്രൻ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നിന്നും MSc ഫിസിക്സ് നാനോ സയൻസിൽ 1ാം റാങ്ക് നേടിയ നമ്മുടെ മിസ് അഞ്ജലി സുരേന്ദ്രൻ നമ്മുടെ പാനൂരിൻ്റെ അറിയപ്പെടുന്ന ഓട്ടോ സുരേന്ദ്രൻ്റെ മകളും കൂടിയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അഞ്ജലിയായിട്ട് സംസാരിക്കാം. അഞ്ജലി നമസ്കാരം. നമസ്കാരം. എന്തുണ്ട്, സുഖം? പിന്നെ ഈ ഡിഗ്രി എടുക്കാനുള്ള എങ്ങനെയുണ്ട്? ഈ ഡിഗ്രി കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം? സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. കഷ്ടപ്പെട്ടാണ് കിട്ടിയത്, ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു, അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ കോഴ്സ് എടുക്കാനുള്ള പിന്നെ കാരണം ഞാൻ ആദ്യം ഡിഗ്രിക്ക് കൊടുക്കുമ്പോൾ ഫിസിക്സ്, സുവോളജി, മാത്സ് ആയിരുന്നു സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൽ നിർമ്മലയിലായിരുന്നു ഫിസിക്സ് ഡിഗ്രി ചെയ്തത്. അപ്പോൾ അതങ്ങനെ കിട്ടി, അവിടെ കഴിഞ്ഞു. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആകെ ഒരു വിത്ത് സ്പെഷ്യലൈസേഷൻ വരുന്നത്, അതായത് MSc ഫിസിക്സ് വിത്ത് കമ്പ്യൂട്ടേഷണൽ ആൻഡ് നാനോ സയൻസ് സ്പെഷ്യലൈസേഷൻ വരുന്നത് ആകെ ഗവൺമെൻറ് കോളേജ് കാസർഗോഡിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ ഫസ്റ്റ് ഇട്ടാണ് നേരെ യൂണിവേഴ്സിറ്റി ടോപ്പ് റാങ്കിലോട്ട് പോകാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സെലക്ട് ചെയ്തു, മുന്നോട്ട് പോയി. പിന്നെ ഇനി ഭാവിയിൽ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീഷൻ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് റിസർച്ച് പോകണമെന്നാണ് തീരുമാനം. അപ്പം പിന്നെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു തുടർന്ന് പഠിക്കാനുള്ള. പിന്നെ എങ്ങനെയുണ്ട് പിന്നെ മകളുടെ വിജയത്തിൽ? വളരെ സന്തോഷം. MSc കഷ്ടപ്പെട്ടതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയാലും സന്തോഷമാണ്. തുടർന്നുള്ള വിദ്യാഭ്യാസത്തിലും പിന്നെ കൂടുതൽ പിന്നെ ചെയ്യണം. അതേപോലെ ഹാസിം നെല്ലൂരിൻ്റെ ഈ നാട്ടുകൂട്ടം എന്ന ഇതിലെ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വിജയങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ മക്കളും ശ്രമിക്കുക. മികച്ച വിജയങ്ങൾ നേടിയെടുത്തുകൊണ്ട് നാട്ടിലെ താരങ്ങളായി അറിയപ്പെടുകയും ചെയ്യാം. ഇപ്പം ബ്രോ ഹാഷിഫിൻ്റെ നാട്ടിലെ താരത്തെ തേടിയുള്ള യാത്ര വീണ്ടും തുടരുകയാണ്. അത് ചില സമയം നിങ്ങളായിരിക്കാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ബ്രോസ്.